സ്നേഹം കൊണ്ടേ ദാമ്പത്യത്തെ കെട്ടിപ്പടുക്കാൻ പറ്റും. സമയത്തിന്റെ പരിമിതിയുണ്ട്. എന്നാലും ഒന്ന് രണ്ട് വാക്കുകൾ കൂടി. സ്നേഹം കൊണ്ട് കെട്ടിപ്പടുക്കേണ്ട കൊട്ടാരമാണ് ദാമ്പത്യം. അവിടെ പണമില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നമുക്കത് സ്വർഗമാക്കാൻ സാധിക്കും. എന്തുവേണം? പരസ്പരം എനിക്ക് അല്ലാഹു തന്നതാണെന്ന ബോധ്യത്തോടുകൂടി നാഥന്റെ മുൻപിലേക്ക് ചേർന്ന് നിൽക്കാൻ പറ്റേണ്ടതുണ്ട്. ഒരു കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു കൊടക്ക് കീഴിലുള്ള ജീവിതമാണ് ദാമ്പത്യം. എന്റെ പെണ്ണ് നനയാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. എന്താണ് നനയാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഓരോ ഭാര്യ ഭർത്താക്കന്മാരും ചിന്തിക്കണം. പരീക്ഷണങ്ങൾ ഉണ്ടാകും, പരാതികൾ ഉണ്ടാകും. ഇതാണ് കുടുംബം. അല്ലാതെ ഒന്നുമില്ലാതെ കുടുംബക്കാരെ മുൻപിൽ അഭിനയിച്ച് ജീവിച്ചിട്ട് എന്ത് കാര്യ മനുഷ്യരെ? ഇന്നങ്ങനെയാ പലരും. വീട്ടിന്റെ ഗേറ്റ് എത്തുമ്പം മൊബൈലിൽ ഒരു ഫോണിന്റെ മെസ്സേജ്, വീടെത്താറായി, വൈഫ് ഉണ്ടാകും, നാളെ മെസ്സേജ് ചെയ്യാം. ചാരന്മാരാകുന്നവർ വീട്ടിൽ ഭർത്താവിന്റെ ഹോണടി കേൾക്കുമ്പോ അകത്തു നിന്ന് മറ്റൊരു മെസ്സേജ്, ഇയാപ്പന്റെ വണ്ടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഞാൻ നാളെ വിളിക്കാം, ഇനി മെസ്സേജ് അയക്കരുതുട്ടോ. പരസ്പരം അഭിനയിച്ച് 4 ചുവരിനുള്ളിൽ തിന്നും കുടിച്ചും രമിച്ചും ആഴ്ചയിലോ കൊല്ലത്തിലോ ഒരിക്കൽ ശരീരം പങ്കിട്ടും ജീവിക്കുന്ന ജീവിതമല്ല മനുഷ്യരെ ആയുസ്. കിട്ടുന്നത് ഒരു രാത്രിയാണെങ്കിലും നെഞ്ചോട് ചേർന്ന് കിടന്ന് സ്വപ്നം കാണാൻ പറയണം. അള്ളാന്റെ സ്വർഗത്തിൽ ഇതുപോലെ കിടക്കാൻ പറ്റണമെന്ന് പറയണം. അതുകൊണ്ടാണല്ലോ പരസ്പരം മനസ്സിലാക്കല ജീവിതത്തിന്റെ ഏറ്റവും വലിയ